ലാസ്റ്റ് ഇന്റർവ്യൂ ആണോ ഇത്? യെസ് യെസ് യെസ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണം. സ്കൂൾ വിടാൻ നേരത്തെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കില്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ലേ, സ്കൂളിൽ വിടാൻ നേരത്ത് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ആക്ച്വലി ഞാൻ പഠിപ്പിച്ചിട്ടാ ഞാൻ ഈ അവർ കട്ട് ചെയ്യലാണ് അയ്യോ, ഈ അവർക്ക് ചില സമയത്ത് സാറ് പോയാലും ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഇനി സ്പെഷ്യൽ ക്ലാസ് വരുമ്പോ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ മധുവിധു എന്ന് കേൾക്കുമ്പോ ഹണിമൂൺ എന്നാണല്ലോ. ആ ഒരു തീം തന്നെയാണോ? വിഷ്ണു ചേട്ടനോട് ആദ്യം ചോദിക്കാം. അല്ല, മധുവിധു നടക്കാത്ത കുറച്ച് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ. ഹണിമൂൺ അല്ല, മധുവിധു നടക്കാതെ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാർ. ഓഹോ, അങ്ങനെയാണ്. വിഷ്ണു ചേട്ടൻ മാരീഡ് ആണോ? അതെ അതെ. ആത്മകഥാംശം ഉണ്ടോ? റിയലിസ്റ്റിക് എന്തെങ്കിലും അതിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് അങ്ങനെ ഒരു ഒരാൾക്ക് അങ്ങനെ ഒരു നമ്മുടെ റൈറ്റേഴ്സിന് അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. എല്ലാരും പറയുന്നത് കേട്ടിട്ട് ആണല്ലേ ആണല്ലേ അങ്ങനെ കേട്ടു. പേര് പറയാൻ പഠിക്കണ്ട, ജയവിഷ്ണു എന്നൊക്കെ പറഞ്ഞു. രണ്ട് റൈറ്റേഴ്സ് ജയും ബിബിനും. അപ്പൊ ജയിച്ചേട്ടൻ രണ്ടുപേരും രണ്ട് ആൾക്കാരാണ്. അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അല്ലെങ്കിൽ അവർക്ക് ഇത് തന്നെ ചിന്ത അതായിരിക്കും.